ഹലോ ഗൈസ്, ഇന്ന് നമ്മളുള്ളത് ട്രിവാൻഡ്രത്തെ പുഞ്ചഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ കിരീടം പാലം കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടുത്തെ ഓണക്കാഴ്ചകളൊക്കെ ഒന്ന് കാണും. ഇപ്പോൾ കിരീടം പാലത്തിൻ്റെ അവിടെയുള്ള സ്ഥലമാണ്. അവിടെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്മെൻ്റൊക്കെ നടക്കുക. നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഓണമായ എല്ലായിടത്തും ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിരീടം പാലം. ഇതാണ് കിരീടം പാലം ഗൈസ്. കടയാണ് കഴിച്ച് ഇവിടെ നമുക്ക് നാരങ്ങയാണ് കഴിക്കുന്നത്. അവിച്ച മുട്ടയൊക്കെ കിട്ടും. നാടൻ മുട്ട കിട്ടിയിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്കാം. സ്പെഷ്യൽ മുളക് പൊടിയുണ്ട്, അതും കൂടി ഇട്ടിട്ട് ഒന്നിച്ചോളാം. നാരങ്ങ കൂടെ പറഞ്ഞിട്ടുണ്ട് പൈസ. വർഷമായിട്ട് തുടങ്ങിയിട്ട് ഇതിപ്പോൾ ഇവിടെ ഈ പട്ടിക്കട ഈ കട തുടങ്ങിയിട്ട് ഇവിടെ ഈ പുരയിടത്തെ കട തുടങ്ങിയിട്ട് 20 വർഷമായി. എന്നാൽ ഈ കട ഈ കോണിൽ വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു 6 വർഷമായി. ഓക്കെ. അപ്പോൾ ഈ ഡെവലപ്മെൻ്റ് ഒക്കെ വരുമ്പം ഇവിടെ തന്നെ ഇപ്പോൾ ഇവിടെ തന്നെ കുഴപ്പമില്ല. അപ്പോൾ ഈ ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? നമ്മുടെ മുട്ടയുടെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? മുട്ടയുടെ റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിന്ന് 15 രൂപ വരെ മുട്ടയ്ക്ക് വിലയുണ്ട്. അപ്പോൾ അവിച്ച് അതിൻ്റെ മസാലയൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് 18 രൂപ നമുക്ക് ഇതിൻ്റെ വലിയ ലാഭമൊന്നും നമുക്ക് പറയാനില്ല. പിന്നെ എങ്കിലും ഒരു ബിസിനസ്സാണ്. ഓക്കെ. ഇത് രാവിലെ എത്ര മണി തൊട്ട് കാണും ചേട്ടാ കട? 8:30 മണിക്ക് തുറക്കും. തുറന്ന് രാത്രി 8 മണി വരെ ഇരിക്കും. ഓക്കെ. ഇന്നവർ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുക. ഇവിടെ സൂപ്പറാണ്. ഓക്കെ. ഇവിടെ വന്ന് കറങ്ങി ഒരു മുട്ടയും മസാലയാണ് ഇവിടെ ഫേമസ്. വരിക. അപ്പുറത്തെ സൈഡിലോട്ട് പോകാം കേസ്. എന്നിട്ട് അവിടെ എന്തൊക്കെയുണ്ടാവും നമുക്ക് നോക്കാം. പൂക്കളൊക്കെ വിൽക്കാനും വെച്ചിട്ടുണ്ട്. നമുക്ക് റേറ്റൊക്കെ ചോദിക്കാം. ചേട്ടാ ഇതെങ്ങനെയാ റേറ്റൊക്കെ വരുന്നത്? കിലോ 150 അല്ലേ? ഗൈസ്, ഇവിടെ വേണം പൂക്കൾ മേടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ആണല്ലേ? ഇന്ന് കൂടുതലായല്ലേ? ഔട്ട് സൈഡിലുണ്ട്. ഓക്കെ. ഇത് എപ്പോഴും വന്നാലും കിട്ടുമല്ലോ കേട്ടോ? വൈകുന്നേരം വരെ വേണം. ഇന്നത്തെ കച്ചവടം തന്നെ അല്ലേ?